നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറും മുൻ DGPയുമായ ആർ ശ്രീലേഖയ്ക്കെതിരെ കേസ്. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ അതിജീവിതമാരുടെ പേരും മറ്റ് വിവരങ്ങളും വെളിപ്പെടുത്തിയതിനാണ് കേസ്. പ്രായപൂർത്തിയാകാത്ത അതിജീവിതമാരുടെ പേര് വിവരങ്ങളടക്കം മുൻപ് വെളിപ്പെടുത്തി ഇതിന് പോക്സോ ഉൾപ്പെടെ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പൗരാവകാശ പ്രവർത്തകനായ ആർ ജയചന്ദ്രൻ നൽകിയ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. നിയമത്തെക്കുറിച്ച് വ്യക്തമായി അറിവുള്ള വ്യക്തിയാണ്. അപ്പോൾ പോക്സോ കേസിൽ അതിജീവിതമാരുടെ പേര് വിവരങ്ങളടക്കം വെളിപ്പെടുത്തുന്നതും അവഹേളിക്കുന്നതും ഗുരുതര കുറ്റമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ പേര് യൂട്യൂബ് ചാനലിലൂടെ മുൻപ് വെളിപ്പെടുത്തിയെന്നും മറ്റൊരു വീഡിയോയിൽ കിളിരൂർ കവിയൂർ പീഡന കേസുകളിലെ കൊല്ലപ്പെട്ട ഇരകളുടെ പേരും അവരുടെ മാതാപിതാക്കളുടെ വിവരങ്ങളും പറയുന്നുവെന്നും പരാതിയിലുണ്ട്. അതേസമയം അതിജീവിതയും ശ്രീലേഖയ്ക്കെതിരെ നിയമ നടപടിയുമായി നീങ്ങിയ സാഹചര്യമുണ്ടായി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ തെളിവുകളില്ലെന്നൊരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീലേഖ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത് കോടതിയെ ലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി അതിജീവിത കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ശ്രീലേഖ പറഞ്ഞത് ഇപ്രകാരമാണ്: സത്യത്തിൻ്റെ ദിലീപിൻ്റെ പക്ഷത്താണ് ഞാൻ. അയാൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന ബോധ്യം എനിക്ക് ആ സമയത്ത് തന്നെ വന്നിരുന്നു. ഈ കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് ഉത്തമ ബോധ്യമുണ്ട് എനിക്ക്. ഞാൻ നേരിട്ട് അന്വേഷിച്ചതും ചോദിച്ചു മനസ്സിലാക്കിയതും കണ്ടെത്തിയ വസ്തുതകളും അതാണ്. അതൊക്കെ ഏതെങ്കിലും അവസരത്തിൽ പറയണമല്ലോ, അതാണ് പറഞ്ഞത്. ചാനലിലൂടെ ഇതൊക്കെ വെളിപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ പറയണോ എന്ന ചിന്തയുണ്ടായിരുന്നു. കേസ് തീരാൻ കാത്തു നിൽക്കണോ എന്നായിരുന്നു ആലോചന. എന്നാൽ ഈ കേസ് തീരാൻ പോകുന്നില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. കാരണം തീർന്നാൽ ചീട്ട് കൊട്ടാരം പോലെ ഈ കേസ് പൊളിയും. അതുകൊണ്ട് ഉൾവിളി വന്നപ്പോഴാണ് ഞാൻ തുറന്നു പറഞ്ഞത്. എൻ്റെ മുൻപിൽ വരുന്ന കേസുകളെല്ലാം തന്നെ മറുഭാഗം ഞാൻ കാണും. ഇരയുടെയും പ്രതിയുടെയും ഭാഗത്ത് നിന്ന് നോക്കിയാലേ കുറ്റത്തെക്കുറിച്ചുള്ള പൂർണ്ണ ചിത്രം കിട്ടുമെന്ന ബോധ്യം എനിക്കുണ്ട്. ദിലീപിൻ്റെ കേസിലും അതാണ് ഞാൻ സ്വീകരിച്ചത്. ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ ഞാൻ അവൾക്കൊപ്പമാണ് നിൽക്കേണ്ടത്. ദിലീപിനെ അവശ്യ നിലയിൽ ജയിലിൽ കാണുന്നത് വരെ ഞാൻ അങ്ങനെ തന്നെയാണ് നിന്നത്. കേസിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരു DIG ആണ് പറഞ്ഞത് ദിലീപിനെതിരെ നമ്മൾ തെളിവുകൾ ഉണ്ടാക്കിയതാണെന്ന്. അവിശ്വസനീയമായിരുന്നു അത്. ദിലീപിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് നേരിട്ട് കാര്യം ബോധിപ്പിച്ചിരുന്നു. ഞാൻ പറയുന്നത് ശരിയാണെന്ന് അവർക്കറിയാം, പക്ഷെ അവർ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇത്തരത്തിലായിരുന്നു അന്ന് ശ്രീലേഖ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. എന്തായാലും രണ്ട് കേസുകൾ, ഒന്ന് ഈ ദിലീപിന് അനുകൂലമായിട്ട് സംസാരിച്ചതിൽ അതിജീവിത കേസ് കൊടുത്തു. മറ്റൊരു കേസ് യൂട്യൂബിലൂടെ അതിജീവിതമാരുടെ പേര് മറ്റു വിവരങ്ങൾ വെളിപ്പെടുത്തിയതിന് കേസ്. ആ കേസിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അതിജീവിതമാരുടെ പേര് വിവരങ്ങളടക്കം വെളിപ്പെടുത്തിയതിന് പോക്സോ ഉൾപ്പെടെ ചുമത്തിയായിരുന്നു കേസ്. ഭാരതീയ ന്യായ സംഹിത വകുപ്പ് 72, പോക്സോ ആക്ട് 23, 23(2), 23(4) വകുപ്പുകൾ ചുമത്തി ആണ് കേസെടുത്തത്. BNS വകുപ്പ് 72 പ്രകാരം അതിജീവിതമാരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് 2 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ്. പോക്സോ ഇരകളുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് പോക്സോ ആക്ട് 23, 23(2) പ്രകാരം 6 മാസം മുതൽ 1 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.